പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം നാം ചൊല്ലേണ്ട അതിശക്തമായ 2 ദിക്റുകളും അള്ളാഹുവിന്റെ 3 ഇസ്മുകളുമാണ്. ഈ 2 ദിക്റുകൾ നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള കോടാനകോടി മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു നമ്മൾക്ക് നൽകും. നമ്മളെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയാണ്. ജീവിതത്തിൽ വലിയ വിജയം അള്ളാഹു നമ്മൾക്ക് നൽകും. ഏതാണ് ആ അത്ഭുതകരമായ 2 ദിക്റുകൾ, ആ 3 ഇസ്മുകൾ ഏതാണെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ ക്ലാസ് കേൾക്കുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകളൊക്കെ അതിന്റെ ആൻസർ കമന്റിൽ എഴുതി വിടുക. ക്വസ്റ്റ്യൻ ഇതാണ്: പരിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഖത്തം ഓതിയ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും. ഏതാണ് ആ അത്ഭുതകരമായ സൂറത്ത്? അറിയുന്നവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, വളരെയേറെ പോരിശകൾ നിറഞ്ഞ സമയങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട പോരിശയുള്ള മഹത്വമുള്ള ഒരു സമയമാണ് ഇശാ മഗ്രിബിയുടെ ഇടയിലുള്ള സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഗ്രിബി നിസ്കാരം. മഗ്രിബി നിസ്കാരത്തിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: മൻ തറക സ്വലാത്തൽ മഗ്രിബി, ഒരാൾ മഗ്രിബി നിസ്കാരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തബറഅ മിൻഹുൽ ഖുർആൻ, ഖുർആൻ അവനിൽ നിന്ന് ഒഴിവാകുമെന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരമായി നൽകിയത് പരിശുദ്ധ ഖുർആനാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ മഗ്രിബ് നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ, മഗ്രിബ് നിസ്കാരം നിസ്കരിക്കാതിരുന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മളിൽ നിന്ന് ഒഴിവാകുകയാണ്. ഖുർആനിന്റെ ബർക്കത്ത് നമ്മളെ വീട്ടിലുണ്ടാകൂല. ചില വീടുകളിലൊക്കെ ഒരുപാട് ഖുർആൻ ഉണ്ടാകും, പക്ഷെ അവര് ഖുർആൻ ഓതൂല, അവര് മഗ്രിബ് നിസ്കരിക്കൂല. അതുകൊണ്ട് അവർക്കൊരു പ്രയോജനവുമില്ല. അപ്പൊ ഖുർആനിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കൂല മഗ്രിബ് നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, മല്ലം യുസല്ലി സ്വലാത്തൽ മഗ്രിബി, ഒരാൾ മഗ്രിബ് നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ലം യകുൻ ഫീ തആമിഹി ലദ്ദത്തുൻ, അവന്റെ ഭക്ഷണത്തിൽ ഒരു മാധുര്യവും ലഭിക്കുകയില്ല. അവന് എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ശരീരത്തിൽ പിടിക്കുകയില്ല. അവന്റെ ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാകൂല. അല്ലെ, രോഗം വന്നാൽ മരുന്ന് കുടിച്ചാൽ അതവന്റെ ശരീരത്തിന് പിടിക്കുകയില്ല, അസുഖം മാറുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഗ്രിബ് നിസ്കാരം ഒഴിവാക്കരുതേ. അള്ളാഹുവെ, കൃത്യമായി 5 വക്ത് ഫർള് നിസ്കരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഒരുപാട് ആളുകൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എത്ര ആളുകളാണ് വളരെ വളരെ ലാഘവത്തോടുകൂടെ നിസ്കരിക്കാതെ നടക്കുന്നത്. മഗ്രിബ് നിസ്കാരം കളാക്കുന്നവരില്ലേ, ഇശ നിസ്കാരം കളാക്കുന്നവരില്ലേ, സുബഹി നിസ്കാരം കളാക്കുന്നവരില്ലേ, അങ്ങനെ തീരെ നിസ്കരിക്കാത്ത ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ വല്ലാത്ത നാശം സംഭവിക്കും. അള്ളാഹു കാക്കട്ടെ. നമ്മൾക്കും നമ്മളെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് മഗ്രിബ് നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു. നമ്മൾ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയതിനു ശേഷം 3 പ്രാവശ്യം ഒരു ദിക്ർ പറയണം. ഏതാണ് ആ ദിക്ർ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്.
എങ്ങനെ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. പരിശുദ്ധനായ അല്ലാഹു, അതിപരിശുദ്ധനായ അല്ലാഹുവാണ്. റബ്ബുൽ മലായികത്തി വറൂഹ്, മലക്കുകളുടെ രക്ഷിതാവാണ്. വറൂഹ്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും. എന്തിനാ അവിടെ പ്രത്യേകം ജിബ്രീൽ അലൈഹിസ്സലാമിനെ എടുത്തു പറഞ്ഞത്? മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അമ്പിയാക്കൾക്ക് വഹി ഇറക്കി കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഈ ദിക്ർ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയാ. എങ്ങനെ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഈ ദിക്റെങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ കോടാനകോടി മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള കോടാനകോടി മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കുകയാണ്. മാത്രല്ല, മലക്കുകൾ തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. നമ്മൾ തസ്ബീഹ് ചെല്ലുന്നത് പോലെയല്ല മലക്കുകൾ തസ്ബീഹ് ഇല്ല. നമ്മൾ തസ്ബീഹ് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ആത്മാർത്ഥത ഉണ്ടാവാറുള്ളത്? പല ആളുകളും കാണാനാണ് ദിക്റും സലാത്തുകളും ചെല്ലുന്നത്. മലക്കുകൾ അങ്ങനെയല്ല. അല്ലാഹ് 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 എന്നുള്ള ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. അപ്പൊ ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മലക്കുകൾ തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ തസ്ബീഹ് ആരും ഒഴിവാക്കരുതേ. അതോടൊപ്പം തന്നെ നാം പറയേണ്ട മറ്റൊരു ഇസ്തിഗ്ഫാർ ഉണ്ട്. അതേതാ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അങ്ങനെ എന്റെ കൂടെ എല്ലാവരും പറയും, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എത്ര കൊല്ലത്തെ പാപങ്ങളാണ് ഇത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മാപ്പ് നൽകുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ്. രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹുവിനോട് ഏറ്റു പറയണം. അതിന് പറ്റിയ ഒരു ഇസ്തിഗ്ഫാറാണ് ഈ ഇസ്തിഗ്ഫാർ. ഒരു 3 പ്രാവശ്യമെങ്കിലും, അതല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യം. അതല്ല, നിങ്ങൾക്ക് അതിൽ കൂടുതൽ പറയാൻ കഴിയോ, അതിൽ കൂടുതൽ പറയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഇസ്തിഗ്ഫാറിന്റെ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ വീട്ടിലും കുടുംബത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹു വലിയ ഐശ്വര്യം നൽകട്ടെ. അള്ളാഹുവിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചൊല്ലേണ്ട 3 ഇസ്മുകളുണ്ട്. ഈ 3 ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ യോഗ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഒരാളുടെ മുന്നിലും നാം തലകുനിക്കേണ്ടി വരില്ല. ഒരാളുടെ മുന്നിലും നമ്മൾ അഭിമാനം പണയം വെക്കേണ്ടി വരില്ല. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല. വലിയ ഉന്നതമായ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. അതിനെന്ത് വേണം? ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലണമെന്നുള്ളതാണ്. ഏതാണ് ആ ഇസ്മ? യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ്. ഇങ്ങനെ യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നൽകണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ കുടുംബങ്ങൾക്കോ ഈ ക്ലാസ് കേൾക്കുന്നവർക്കോ വരുത്തല്ല റഹ്മാനെ. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ഈ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. ആ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ ഞങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ സങ്കടങ്ങൾ മാറാൻ ആ മജ്ലിസിൽ പങ്കെടുക്കാറാണുള്ളത്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത പറയുന്നുണ്ട്. നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി മുതലെങ്കിലും രാവിലെ 6 മണിക്ക് ആ മജ്ലിസിൽ പങ്കെടുക്കുക. ഒരുപക്ഷെ നിങ്ങളൊക്കെ പല മജ്ലിസുകളിലും പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. അതല്ലെങ്കിൽ രാവിലെ കുട്ടികളെ മദ്രസയിൽ അയക്കണം, മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 6 മണിക്ക് പ്രത്യേകം പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും ആ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് വലിയ റാഹത്ത് ഉണ്ടാകും, വലിയ സന്തോഷം ഉണ്ടാകും, അള്ളാന്റെ കാവലുണ്ടാകും. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ മജ്ലിസ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം അതല്ലെങ്കിൽ മറ്റുള്ള സമയത്തിൽ പതിവാക്കേണ്ട 3 ഇസ്മുകൾ നമ്മൾ പറഞ്ഞു. യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ്. ഈ ഇസ്മ മഗ്‌രിബ്
മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം മാത്രം പറയേണ്ടതല്ല, എപ്പോഴൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റോ ആ സമയത്തൊക്കെ പറഞ്ഞോ, വലിയ രക്ഷ ഉണ്ടാകും. ഇത് അസ്മാഉൽ ഹുസ്നയാണ്. നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ചൊല്ലി ദുആ ചെയ്തോ. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുമെന്ന് അള്ളാഹ് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലും. പക്ഷെ കുട്ടികളെ കാര്യം, അതുപോലെ തന്നെ വീടിന്റെ കാര്യം പല രക്ഷിതാക്കളും ശ്രദ്ധിക്കാറില്ല. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം കുട്ടികളെ വീടിന്റെ ഉള്ളിൽ ആക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും കുട്ടികളെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. ആ സമയത്ത് പിശാചുക്കൾ ഇറങ്ങി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് കുട്ടികളെ പിശാചുക്കൾ പുറത്ത് കണ്ടാൽ പിശാചുക്കൾ ഉപദ്രവിക്കും, പിശാചുക്കൾ പേടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ചെറിയ കുട്ടികളെ പുറത്തേക്ക് വിടരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വാതിലുകളൊക്കെ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യണം. വാതിലുകളൊന്നും തുറന്നിടാൻ പാടില്ല. പിശാചുക്കൾ നമ്മളെ വീട്ടിലേക്ക് കയറി വരും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ബിസ്മി ചൊല്ലി തന്നെ വാതിലുകളൊക്കെ ക്ലോസ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണ പാത്രങ്ങളൊക്കെ മൂടി വെക്കുക. രാത്രി റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഭക്ഷണ പാത്രങ്ങളൊക്കെ നിങ്ങൾ തുറന്നു വെച്ച് കടന്നുറങ്ങരുത്. അതുകൊണ്ട് ഭക്ഷണ പാത്രങ്ങളൊക്കെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക. ദിക്റിലായി സ്വലാത്തിലായി മുഴുകണം. കാരണം ഇശാ മഗ്‌രിബിയുടെ ഇടയിൽ അള്ളാഹു പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്നുണ്ട്. അള്ളാഹു പ്രത്യേകം നമ്മൾ നോക്കുന്ന സമയമാണ്. അതുകൊണ്ട് ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലുക. അതുപോലെ തന്നെ ഇശാ നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുക. ചില ആളുകൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ദിക്റുകളും സ്വലാത്തും ചൊല്ലിയ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇശ നിസ്കരിക്കൂല, വല്ലാത്ത മടിയായി പോകും. ഇശ നിസ്കരിക്കാൻ മടിയുണ്ടോ, നമ്മളെ ഈമാൻ ഉറച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നേരത്തെ ഭക്ഷണം കഴിക്കും നല്ലതാണ്. പക്ഷെ ഇശ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുതേ എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുക. സൂറത്തുൽ മുൽക്ക് ഓതുക, സൂറത്തുൽ വാഖിയ ഓതുക, യാസീൻ സൂറത്ത് ഓതുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ റബ്ബിനോട് നമുക്ക് പറയാൻ കഴിയണം, റബ്ബേ ഞാൻ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ഓതിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അനാവശ്യമായ കാര്യങ്ങൾ വിട്ടുനിന്നിട്ടെന്ന് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെയൊക്കെ നീ ആഖിറത്തിലും ദുനിയാവിലും വിജയിപ്പിക്കണേ. എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.